എന്തല്ല എല്ലാവർക്കും സുഖം തന്നെയാ. നമ്മളെ ഈ മാസത്തെ മില്ലറ്റ് റെസിപ്പി ഒന്നും ഇട്ടിട്ടില്ലല്ലേ. അപ്പോൾ ഏതായാലും മുത്താറിപ്പത്തലായിക്കോട്ടെ. മുത്താറിപ്പത്തൽ എന്ന് പണ്ട് പറയുന്ന കേൾക്കുമെന്നാണ്ട് പല ആളുകളും കണ്ടിട്ടേ ഉണ്ടാവില്ല. അപ്പോൾ നമുക്കിതൊന്ന് ഉണ്ടാക്കി നോക്കിക്കൂടെ. നമ്മളെ നാട്ടിൽ ഇതിപ്പം കാണാനേ ഇല്ലാത്തൊരു സാധനം. അപ്പം പിന്നെ നാട്ടിൽ കിട്ടുന്നത് നമുക്ക് നല്ലോണം കിട്ടുന്നൊരു സാധനം ഇപ്പം മുത്താറി തന്നെയല്ലേ. അപ്പം എല്ലാവരും 1 കിലോ മുത്താറി വാങ്ങി പൊടിപ്പിച്ചവിടെ വെച്ചേക്ക്. ഇടക്കിടക്ക് ഇതൊന്ന് ഉണ്ടാക്കി നോക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു 2 വലിയ ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും 2 പച്ചമുളകും. ഇതെല്ലാം കൂടി നമുക്കൊരു മിക്സി ജാറിലിട്ടിട്ടൊന്ന് ചതുക്കിയെടുക്കാം. പിന്നെ വലിയ ഉള്ളിക്ക് പകരം ചെറിയുള്ളി എടുക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. എനിക്കിവിടെ ചെറിയുള്ളി കിട്ടാത്തത് കൊണ്ടാണ് ഞാനിങ്ങനെ എടുത്തത്. പിന്നെ പച്ചമുളകും അതുപോലെ കൂട്ടിയും കുറച്ചും ഇടാം, ഓരോരുത്തരുടെ എരിവിനനുസരിച്ച്. കറിവേപ്പിലയും ഇട്ടതിന് ശേഷം ഞാൻ കുറച്ച് ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു 1/2 ടീസ്പൂൺ ഒക്കെ വേണമെങ്കിൽ കൂട്ടാം. പിന്നെ ഉപ്പ് അത് നിങ്ങളെ ഇഷ്ടം ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ക്രഷ് ചെയ്യാനേ പാടുള്ളൂ, അരഞ്ഞു പോറ് കണ്ടോ ഇതുപോലെ. ഇത് നമുക്കൊരു ഞാൻ ഈ കിണ്ണത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൽ നിന്നാണ് ഞാനിപ്പം മാവ് കുഴച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് 2 കപ്പ് മുത്താറിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലോണം കുഴച്ചിട്ട് ഈ ഉപ്പ്, എരിവ്, ഉള്ളീൻ്റെ ആ ഒരു ടേസ്റ്റ് എല്ലാം എല്ലാവരുടെയും എത്തുന്ന വരെ ഒന്ന് കുഴച്ച് കൊടുക്കുക. അന്നേരം വെള്ളം വേണമെന്ന് തോന്നുമ്പം ഈ മിക്സി ജാറ് കഴുകിയിട്ട് ആ വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുത്തേക്കുക. ആവശ്യത്തിനാവുമ്പോൾ ഇനി നമുക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇപ്പോൾ തേങ്ങ ഞാനൊരു 2 ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ക്യാരറ്റ് ഉണ്ടെങ്കിൽ ഗ്രേറ്റ് ചെയ്തിട്ട് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ സമയത്ത് നല്ലോണം ഒന്ന് കുഴച്ചിട്ട് ഒരു പത്തലിൻ്റെ ഒരു പാകത്തിന്, ചപ്പാത്തീൻ്റെ മാവ് പോലെയല്ല, കുറച്ചുകൂടി വെള്ളം അങ്ങനെ കുഴച്ച് മൂടി വെച്ചിട്ട് ഒരു 20 മിനിറ്റ് അതാടുന്ന് ഒന്ന് കുതിർന്ന് വരട്ടെ. ഇതാ 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ അത് ഒന്ന് ഉറച്ചിട്ടുണ്ടാവും കണ്ടോ, ചപ്പാത്തീൻ്റെ ആ കോലത്തിൽ തന്നെ. അപ്പോൾ ഈ സമയത്ത് വേണമെങ്കിൽ വെള്ളം കുറച്ച് കുടഞ്ഞു കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ കുടഞ്ഞൊന്നും കൊടുക്കുന്നില്ല, കാരണം എനിക്കത് ഒരു ഉരുട്ടി എടുക്കുന്ന ഞാൻ ഒരു 6 ഉരുള കിട്ടിയിട്ടുണ്ട്. ഇത് ഞാനൊരു ഇല ഉണ്ടെങ്കിൽ ഇല എടുക്കുന്നതാണ് നല്ലത്. എനിക്ക് ഇലയില്ല, അതുകൊണ്ട് ഞാനൊരു നെയ്യിൻ്റെ കവറ് എടുത്ത് വെച്ചതേനു. അപ്പോൾ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇതൊന്ന് നല്ലോണം ഒന്ന് പരത്തിയെടുക്കാം. പരത്തുമ്പോൾ നമ്മൾ കൈയൊന്ന് വെള്ളത്തിൽ കുത്തി പരത്തിയാൽ നമ്മൾ അരീൻ്റെ പത്തലെല്ലാം ചുടുമ്പോൾ അടയെല്ലാം ചുടുമ്പോൾ അങ്ങനെയല്ലേ ചെയ്യുക. വെള്ളത്തിൽ കുത്തിയിട്ടൊന്നിങ്ങനെ ഒന്ന് നല്ലോണം ഒന്ന് കൈ നനച്ചിട്ട് ആ നനവ് ഈമൽ വരുമ്പോൾ പിന്നെ കൈൻ്റെ അടി കൊണ്ട് പരത്തുന്നത് എന്തിനാന്ന് പറഞ്ഞാൽ ആ വിരലിൻ്റെ അടയാളം ഒരു വൃത്തികേടായിട്ടുണ്ടാവും. അതൊരു എന്തോ പോലെ ഉണ്ടാവും, എനിക്കത് ഇഷ്ടമല്ല. എനിക്ക് നല്ല നമ്മളെ വീട്ടിലെല്ലാം ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയാണ് എപ്പം പത്തലെല്ലാം ഉണ്ടാക്കുക, കൈൻ്റെ അടി കൊണ്ട് പരത്തുക. ഇത് ഈ ഒരു കട്ടിയിൽ പരത്തിയതിന് ശേഷം നമുക്കിത് ചൂടാവുന്ന ദോശക്കല്ലുമ്മലേക്ക് ഇട്ട് കൊടുക്കാം. അയിമലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കഴിയുന്നതും വെളിച്ചെണ്ണ എടുക്കുന്നതായിരിക്കും നല്ലതെന്ന് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങളെ ഇഷ്ടം. എന്നിട്ട് ഒന്നങ്ങ് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഞാൻ, എൻ്റെ ഇത് ചെറിയ സ്റ്റൗവാണ്. ഇതിൻ്റെ മീഡിയം ഫ്ലെയിം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിഞ്ഞൂടെ അത്രയേ തീ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് നമുക്ക് വെന്തിട്ടുണ്ട്, പക്ഷെ കരിഞ്ഞിട്ടില്ല. അപ്പം മൂടി വെച്ചതുകൊണ്ട് മേൽഭാഗം അങ്ങനെ ഒരു പച്ചരി അരച്ച പോലെ ഈ ഒരു എന്താ പറയേണ്ട ഒരു പൊടി വാറിയ പോലെ ഉണ്ടാവില്ല, അതുപോലെ ഇല്ലാണ്ട് കിട്ടണമെങ്കിൽ മൂടി വെച്ചാലാണ് നല്ലത്. ഇനി നമുക്കിതൊന്ന് പിന്നെയും തിരിച്ചിട്ട് ഇങ്ങനെ വേണമെങ്കിൽ ഒന്നിങ്ങനെ നല്ലോണം അങ്ങ് അമർത്തി കൊടുക്കാം കേട്ടോ. ഇനി കുറച്ച് വെളിച്ചെണ്ണ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം, അത് ഓപ്ഷണലാണ്, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുക തിന്നുക ചൂടോടെ. നാളേക്കൊന്നും വെക്കണ്ട. പിന്നെ കുഴച്ച് വെച്ചത് 1-2 ഉരുള ബാക്കിയായി, പിന്നെ രാത്രി ഉണ്ടാക്കിയത് ബാക്കി രാവിലെ വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉണ്ടാക്കി തിന്നാന്നല്ലാണ്ട് അധികം കുഴച്ച് വെക്കണ്ട. അത്യാവശ്യത്തിന് കുഴക്കുക, ഉണ്ടാക്കുക, കഴിക്കുക. അപ്പോൾ അതെല്ലാം റെഡി ആയിട്ടുണ്ട് കണ്ടോ. എല്ലാവരും ഉണ്ടാക്കി കഴിച്ച് നോക്കി അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട. അടുത്ത ആഴ്ച വേറൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ താങ്ക് യു.